ഒല്ലൂർ സിഐയെ കുത്തിപ്പരിക്കേൽപ്പിച്ച അനന്തുമാരിക്കെതിരെ വീണ്ടും കേസ്. തൃശൂർ ജനറൽ ആശുപത്രിയിൽ വൈദ്യപരിശോധനയ്ക്കിടെ ഡോക്ടർമാരെ അസഭ്യം പറയുകയും കൊലവിളി നടത്തുകയും ചെയ്തുവെന്ന ആശുപത്രി സൂപ്രണ്ടിന്റെ പരാതിയിലാണ് കേസ്. പുത്തൂർ ഇരവിമംഗലം ഷഷ്ടിക്കിടെ പോലീസും നാട്ടുകാരും തമ്മിൽ സംഘർഷം. 3 പോലീസുകാർക്കും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെ 5 പേർക്കും പരിക്കേറ്റു. ഗുരുവായൂർ റെയിൽവേ മേൽപ്പാലത്തിന് കീഴിൽ സാമൂഹ്യ വിരുദ്ധരുടെ വിളയാട്ടം. ഗുരുവായൂർ ACPയോടും നഗരസഭാ സെക്രട്ടറിയോടും ഹാജരാകാൻ ലീഗൽ സർവീസ് അതോറിറ്റി നിർദ്ദേശം നൽകി. ആന എഴുന്നള്ളിപ്പ് മാനദണ്ഡങ്ങൾക്കെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളുടെ നേതൃത്വത്തിൽ ആചാര സംരക്ഷണ യോഗം ഇന്ന്. അടിയന്തര യോഗം വിളിക്കുമെന്ന് മന്ത്രി AK ശശീന്ദ്രൻ. കൊടുങ്ങല്ലൂർ നഗരസഭ 41-ാം വാർഡിലെ ഉപതെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചുള്ള പരസ്യ പ്രചരണം ഇന്ന് അവസാനിക്കും. വോട്ടെടുപ്പ് ചൊവ്വാഴ്ച. വാർത്തകൾ വിശദമായി. ഒല്ലൂർ സിഐയെ കുത്തിപ്പരിക്കേൽപ്പിച്ച നിരവധി ക്രിമിനൽ കേസിലെ പ്രതി അനന്തുമാരിക്കെതിരെ വീണ്ടും കേസ്. തൃശൂർ ജനറൽ ആശുപത്രിയിൽ വൈദ്യപരിശോധനയ്ക്കിടെ ഡോക്ടർമാരെ അസഭ്യം പറയുകയും കൊലവിളി നടത്തുകയും ചെയ്തുവെന്ന ആശുപത്രി സൂപ്രണ്ടിന്റെ പരാതിയിലാണ് ഈസ്റ്റ് പോലീസ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം അനന്തുമാരിക്കെതിരെ കേസെടുത്തത്. കഴിഞ്ഞ വ്യാഴാഴ്ച വൈകിട്ടാണ് പ്രതിയെ ജനറൽ ആശുപത്രിയിൽ വൈദ്യപരിശോധനയ്ക്കായി എത്തിച്ചത്. സിഐയെ കുത്തിയ കേസിൽ നിലവിൽ അനന്തുമാരി റിമാൻഡിലാണ്. പുത്തൂർ ഇരവിമംഗലം ഷഷ്ടിക്കിടെ പോലീസും നാട്ടുകാരും തമ്മിൽ സംഘർഷം. 3 പോലീസുകാർക്കും നടത്തറ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെ 5 പേർക്കും പരിക്കേറ്റു. കാവടി സംഘം ക്ഷേത്രവളപ്പിൽ കയറുന്നതിനെ ചൊല്ലിയായിരുന്നു സംഘർഷം ആരംഭിച്ചത്. സംഘർഷവുമായി ബന്ധപ്പെട്ട് ഡിവൈഎഫ്ഐ പ്രാദേശിക നേതാവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തതിനെ തുടർന്നുണ്ടായ തർക്കം ലാത്തിചാർജിൽ കലാശിച്ചു. നടത്തറ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PR രജിത്, പഞ്ചായത്ത് അംഗം ജയൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അമൽറാം, CPM ഏരിയ കമ്മിറ്റി അംഗം രമേശ്, പോലീസുകാരായ ശ്രീകാന്ത്, ലാലു, ശ്രീജിത്ത് എന്നിവർക്കുമാണ് പരിക്കേറ്റത്. പരിക്കേറ്റ ശ്രീജിത്തിന്റെ കൈവിരൽ ഒടിഞ്ഞിട്ടുണ്ട്. പരിക്കേറ്റ 8 പേരും തൃശൂർ ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടി. ഗുരുവായൂർ റെയിൽവേ മേൽപ്പാലത്തിന് കീഴിൽ സാമൂഹ്യ വിരുദ്ധരുടെ വിളയാട്ടവുമായി ബന്ധപ്പെട്ട് ഗുരുവായൂർ ACPയോടും നഗരസഭാ സെക്രട്ടറിയോടും നേരിട്ട് ഹാജരാകാൻ ലീഗൽ സർവീസ് അതോറിറ്റി നിർദ്ദേശം നൽകി. വ്യാപാരികളായ അജു M ജോണി, PV ഗിരീഷ്, ER ഗോപിനാഥൻ, KV ജയേഷ് എന്നിവർ ചാവക്കാട് താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റിക്ക് നൽകിയ ഹർജിയെ തുടർന്നാണ് ഉദ്യോഗസ്ഥരോട് നേരിട്ട് ഹാജരാകാൻ നിർദ്ദേശിച്ചത്. ഈ മാസം 13-ന് ഹാജരാകാനാണ് നിർദ്ദേശം. ഗുരുവായൂർ റെയിൽവേ മേൽപ്പാലത്തിന് സമീപത്തും പാലത്തിന് താഴെയുമായി നിരവധി അഭയാർത്ഥികളും സാമൂഹ്യ വിരുദ്ധരും കയ്യേറുകയും മദ്യപാനത്തിനും ലഹരി ഉപയോഗത്തിനുമായി ഉപയോഗിച്ചു വരികയാണെന്ന് വ്യാപാരികൾ നൽകിയ പരാതിയിൽ ചൂണ്ടിക്കാട്ടി. പലതവണ ബന്ധപ്പെട്ട അധികൃതർക്ക് പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും ഉണ്ടാകാത്തതിനെ തുടർന്നാണ് വ്യാപാരികൾ താലൂക്ക് ലീഗൽ സർവീസ് അതോറിറ്റിയെ സമീപിച്ചത്. ആനയെഴുന്നള്ളിപ്പ് മാനദണ്ഡങ്ങൾക്കെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളുടെ നേതൃത്വത്തിൽ ആചാര സംരക്ഷണ യോഗം ഇന്ന് നടക്കും. ആചാരാനുഷ്ഠാനങ്ങൾ നിലനിർത്തണമെന്ന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇടപെടണമെന്നാവശ്യപ്പെട്ടാണ് കൂട്ടായ്മ സംഘടിപ്പിക്കുന്നത്. തൃശൂർ പൂരം സംഘാടകരായ 2000-ഓളം ക്ഷേത്ര പ്രതിനിധികളും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും യോഗത്തിൽ പങ്കെടുക്കും. വൈകിട്ട് 5-ന് തിരുവമ്പാടി കൌസ്തുഭം ഹാളിലാണ് യോഗം നടക്കുക. ഇതേ ആവശ്യം ഉന്നയിച്ച് ഘടകക്ഷേത്ര പ്രതിനിധികൾ ഒപ്പിട്ട നിവേദനം സർക്കാരിന് നൽകിയിരുന്നു. കഴിഞ്ഞ ദിവസം ആറാട്ടുപുഴയിൽ പ്രതീകാത്മക പൂരം നടത്തി ക്ഷേത്ര ഉപദേശക സമിതി പ്രതിഷേധിച്ചിരുന്നു. അതേസമയം പൂരം പ്രതിസന്ധി സംബന്ധിച്ച് അടിയന്തര യോഗം വിളിക്കുമെന്ന് വനം വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ അറിയിച്ചു. ദേവസ്വങ്ങൾക്ക് കോടതിയെ സമീപിക്കാമെന്നും ശശീന്ദ്രൻ പറഞ്ഞു. ഹൈക്കോടതി വിധി മൂലമുണ്ടായിട്ടുള്ള പ്രതിസന്ധി പരിഹരിക്കുവാൻ നടപടിയെടുക്കണമെന്നും ആന എഴുന്നള്ളിപ്പുകളും ചടങ്ങുകളും പൂരങ്ങളും മറ്റും നിലനിർത്തുവാൻ സാഹചര്യം ഒരുക്കണമെന്നും ആവശ്യപ്പെട്ട് നെറ്റിശ്ശേരി ക്ഷേത്ര പരിസരത്ത് പൂരം ആസ്വാദക സംഘത്തിന്റെ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. പെരുവനം ആറാട്ടുപുഴ പൂരം സെൻട്രൽ കമ്മിറ്റി പ്രസിഡന്റ് കുമാരൻ യോഗം ഉദ്ഘാടനം ചെയ്തു. നെറ്റിശ്ശേരി ക്ഷേത്ര ഉപദേശക സമിതി മുൻ വൈസ് പ്രസിഡന്റ് KK ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ആറാട്ടുപുഴ ക്ഷേത്ര ഉപദേശക സമിതി മുൻ പ്രസിഡന്റ് M രാജേന്ദ്രൻ, പൂരം പ്രേമി സംഘം പ്രസിഡന്റ് ബൈജു താഴേക്കാട്ട്, നെറ്റിശ്ശേരി ക്ഷേത്രോപദേശക സമിതി മുൻ സെക്രട്ടറി രാമചന്ദ്രൻ, മുരളീധരൻ ചാത്തനാത്ത്, ജെൻസൺ ജോസ് കാക്കശ്ശേരി, വിജയ ശശി, ഗോപാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു.
കൊടുങ്ങല്ലൂർ നഗരസഭയിലെ 41 വാർഡിലേക്ക് നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചരണം ഇന്ന് അവസാനിക്കും. അഡ്വക്കേറ്റ് DT വെങ്കിടേശ്വരൻ കൌൺസിലർ സ്ഥാനം രാജിവെച്ചതിനെ തുടർന്നാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. BJP സ്ഥാനാർത്ഥിയായി ഗീതാ റാണിയും UDF സ്ഥാനാർത്ഥിയായി PU സുരേഷ് കുമാറും LDF സ്ഥാനാർത്ഥിയായി GS സുരേഷുമാണ് മത്സരരംഗത്തുള്ളത്. ഡിസംബർ 10-നാണ് വോട്ടെടുപ്പ്. 11-ന് വോട്ടെണ്ണൽ നടക്കും. തൃശൂർ പറവട്ടാനിയിൽ ഓടിക്കൊണ്ടിരുന്ന കാറിന്റെ ബോണറ്റിൽ നിന്ന് പുക ഉയർന്നത് പരിഭ്രാന്തി പരത്തി. തൃശൂരിൽ നിന്നും ആലുവയ്ക്ക് പോകുമ്പോഴായിരുന്നു സംഭവം. തൃശൂർ സ്വദേശി സിജേഷും കുടുംബവും സഞ്ചരിച്ചിരുന്ന കാറിൽ നിന്നാണ് പുക ഉയർന്നത്. പുക ഉയർന്നത് കണ്ട് കാർ നിർത്തിയിട്ട് കാറിലുണ്ടായിരുന്നവർ ഉടൻ പുറത്തേക്കിറങ്ങി. സമീപവാസിയായ മെക്കാനിക് എത്തിയാണ് തീ കെടുത്തിയത്. ഫയർഫോഴ്സും സ്ഥലത്തെത്തിയിരുന്നു. തൃശൂർ സുവോളജിക്കൽ പാർക്കിന് മുഴുവൻ സമയം ചുമതലയുള്ള ഡയറക്ടറെ ഉടൻ നിയമിക്കുമെന്ന് വനം വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ. ഫ്രണ്ട്സ് ഓഫ് സൂ നൽകിയ നിവേദനത്തിനുള്ള മറുപടിയിലാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത്. ഇത് സംബന്ധിച്ച ഉത്തരവ് ഉടൻ ഇറങ്ങുമെന്നും മന്ത്രി പറഞ്ഞു. അനിമൽ കീപ്പർമാരുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിലും ക്യൂറേറ്റർ തസ്തികയിൽ നിയമനം നടത്തുന്നതിലും ഉടനെ നടപടികൾ ഉണ്ടാകുമെന്നും മന്ത്രി അറിയിച്ചു. തൃശൂർ മൃഗശാലയിൽ നിന്ന് പുത്തൂർ സുവോളജിക്കൽ പാർക്കിലേക്ക് ജോലിമാറ്റം വാങ്ങാൻ താൽപര്യമുള്ളവരുടെ എണ്ണം കണക്കാക്കി ബാക്കി ആവശ്യമായി വരുന്ന അനിമൽ കീപ്പർമാരെ തെരഞ്ഞെടുത്ത് പരിശീലനം നൽകുന്ന കാര്യം സജീവമായി പരിഗണിക്കുമെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി K രാജനും അറിയിച്ചതായി ഫ്രണ്ട്സ് ഓഫ് സൂ സെക്രട്ടറി M പീതാംബരൻ പറഞ്ഞു. കുന്നംകുളത്ത് നടന്ന തൃശൂർ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ TCVക്ക് ആദരം. കലോത്സവത്തിന്റെ സമഗ്ര കവറേജിനാണ് TCVക്ക് കലോത്സവ നഗരിയിൽ ആദരം ലഭിച്ചത്. ടൗൺ ഹാളിൽ നടന്ന സമാപന ചടങ്ങിൽ സംഘാടക സമിതി ചെയർമാൻ കൂടിയായ കുന്നംകുളം MLA AC മൊയ്തീന്റെ സാന്നിധ്യത്തിൽ കയ്പമംഗലം MLA ET ടൈസണിൽ നിന്ന് TCV ചാനൽ സബ് കമ്മിറ്റി കൺവീനർ PM നാസർ, പ്രോഗ്രാം ചുമതലയുള്ള AG സുബ്രഹ്മണ്യൻ എന്നിവർ ചേർന്ന് ഉപഹാരം ഏറ്റുവാങ്ങി. 4 നാൾ നീണ്ട കലോത്സവം TCV തത്സമയം സംപ്രേഷണം ചെയ്തിരുന്നു. താരദമ്പതിമാരായ ജയറാമിന്റെയും പാർവതിയുടെയും മകനും നടനുമായ കാളിദാസ് ഗുരുവായൂർ ക്ഷേത്ര സന്നിധിയിൽ വിവാഹിതനായി. മോഡലായ തരുണി കലിംഗരായർ ആണ് വധു. രാവിലെ 7:30 മുഹൂർത്തത്തിൽ ക്ഷേത്രത്തിന് മുന്നിലെ 1-ാം നമ്പർ മണ്ഡപത്തിലാണ് താലികെട്ട് നടന്നത്. നടൻ ജയറാം വധൂവരന്മാരുടെ കൈപിടിച്ച് നൽകി. താലികെട്ടിന് ശേഷം റെയിൽവേ മേൽപ്പാലത്തിന് സമീപമുള്ള സ്വകാര്യ ഹോട്ടലിൽ വിവാഹ സദ്യയുമുണ്ടായിരുന്നു. മന്ത്രി PA മുഹമ്മദ് റിയാസ്, നടൻ MP ആയ സുരേഷ് ഗോപി, നടൻ സിദ്ദിഖ്, സംവിധായകരായ സത്യൻ അന്തിക്കാട്, മേജർ രവി തുടങ്ങിയവരും അടുത്ത ബന്ധുക്കളുമാണ് വിവാഹ ചടങ്ങിൽ പങ്കെടുത്തത്. ഇഷ്ടതാരങ്ങളെ കാണാനും നിരവധി പേരാണ് എത്തിയത്. ഗുരുവായൂർ ACP KM ബിജുവിന്റെ നേതൃത്വത്തിൽ കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരുന്നത്. സിനിമാ മേഖലയിലുള്ളവർക്കായി 11-ന് ചെന്നൈയിൽ വിവാഹ സൽക്കാരം സംഘടിപ്പിച്ചിട്ടുണ്ട്. കാളിദാസിന്റെ സഹോദരി മാളവിക ജയറാമിന്റെ വിവാഹം കഴിഞ്ഞ മെയ്യിൽ ഗുരുവായൂർ ക്ഷേത്ര സന്നിധിയിലാണ് നടന്നത്. ദേശീയപാത നന്ദിക്കര സ്കൂൾ സ്റ്റോപ്പിന് സമീപം കാറും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രക്കാരൻ പരിക്കേറ്റു. കോട്ടയം സ്വദേശിയായ ബൈക്ക് യാത്രികനെ പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചെങ്ങാലൂർ സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന കാർ യു-ടേൺ തിരിഞ്ഞ് നന്ദിക്കര ഭാഗത്തേക്ക് പോകുന്നതിനിടെ പുറകിൽ വന്ന ബൈക്ക് കാറിലിടിക്കുകയായിരുന്നു. കാറിന്റെ പുറകുവശത്ത് കേടുപാടുകൾ സംഭവിച്ചു. അപകടത്തിൽ ബൈക്കിന്റെ ചക്രം തകർന്നു. തിരുവല്ലുവാമല പുനർജനി നൂഴൽ ബുധനാഴ്ച നടക്കും. വൃശ്ചികത്തിലെ വെളുത്തപക്ഷ ഏകാദശി നാളിലാണ് തിരുവല്ലുവാമല വില്വാദ്രിനാഥ ക്ഷേത്രത്തിലെ പുനർജനി നൂഴൽ. ബുധനാഴ്ച പുലർച്ചെ ക്ഷേത്രത്തിൽ നിന്ന് നാമജപ ഘോഷയാത്രയോടുകൂടി മേൽശാന്തിയും ഭക്തരും കിഴക്കേ ദിക്കിലുള്ള ഗുഹാമുഖത്തെത്തി പ്രത്യേക പൂജയ്ക്ക് ശേഷമാണ് പുനർജനി നൂഴൽ ആരംഭിക്കുന്നത്. പുനർജനി നൂഴാനുള്ള ടോക്കൺ ചൊവ്വാഴ്ച വൈകിട്ട് 5 മുതൽ 8 വരെ തിരുവല്ലുവാമല ദേവസ്വം ഓഫീസിൽ നിന്ന് വിതരണം ചെയ്യും. പ്രായമായവരും ആരോഗ്യ പ്രശ്നമുള്ളവരും പുനർജനി നൂഴുന്നതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണമെന്ന് ടോക്കൺ എടുക്കാൻ വരുന്നവർ ആധാർ കാർഡിന്റെ കോപ്പി കൊണ്ടുവരണമെന്നും ദേവസ്വം ഓഫീസർ അറിയിച്ചു. അക്കാദമി എംപ്ലോയീസ് യൂണിയൻ ജനറൽ ബോഡി യോഗം കേരള സംഗീത നാടക അക്കാദമി ഹാളിൽ ചേർന്നു. CITU കേന്ദ്ര വർക്കിംഗ് കമ്മിറ്റി അംഗം PK ഷാജൻ ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ പ്രസിഡന്റ് MK ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി KS സുനിൽകുമാർ, ട്രഷറർ KH ഹാജു, ജോയിന്റ് സെക്രട്ടറിമാരായ VK അനിൽകുമാർ, PK മിനി, വൈസ് പ്രസിഡന്റുമാരായ PV സുഭാഷ്, ഷാജി ജോസഫ്, VS ജയശ്രീ തുടങ്ങിയവർ സംസാരിച്ചു.
ഞാനത് മനസ്സംബന്ധിച്ച് മറ്റുള്ളവരോട് പറയാൻ അത് ഉണ്ടാകണം. ഈ നാടകരംഗ ലഹരിക്കെതിരായി നിൽക്കാൻ പറ്റും. ഈ സമൂഹത്തിന്റെ വളർച്ചയിൽ നിർണായകമായ പങ്കുവഹിക്കുന്ന ഒന്നാണ്. എറിയാട് പഞ്ചായത്തിലെ 9-ാം വാർഡിൽ മോഷ്ടാക്കളുടെ ശല്യം രൂക്ഷം. ഈയിടെ കാറിയിൽ ലാലുവിന്റെ ഭാര്യ സുജിതയുടെ സ്വർണമാല കവർന്നിരുന്നു. ഇക്കഴിഞ്ഞ ദിവസം പുതുള്ളിപ്പറമ്പിൽ അലി, പുന്നപ്പുള്ളി ലീല എന്നിവരുടെ വീടുകളിൽ മോഷ്ടാക്കളെന്ന് സംശയിക്കുന്നവർ എത്തി ട്രാൻസ്ഫോമറിൽ നിന്നുമുള്ള വൈദ്യുതി വിതരണം തടസ്സപ്പെടുത്തുക, വാതിലിൽ തട്ടുക, അപശബ്ദമുണ്ടാക്കുക തുടങ്ങിയ പ്രവൃത്തികൾ ഇവിടങ്ങളിൽ പതിവാണ്. മുൻകാലങ്ങളിൽ മോഷ്ടാക്കളുടെ ശല്യം വർദ്ധിച്ചതിനെ തുടർന്ന് നാട്ടുകാർ നൈറ്റ് സ്ക്വാഡ് രൂപീകരിച്ച് നിരീക്ഷണം നടത്തിയിരുന്നു. ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും രാത്രികാല ശല്യം ആരംഭിച്ചതോടെ നാട്ടുകാർ ആശങ്കയിലാണ്. പ്രദേശത്തുകാരുടെ സ്വൈര്യജീവിതം ഉറപ്പാക്കാൻ പോലീസ് അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് വാർഡ് മെമ്പർ ഉണ്ണി പിക്കാസോ ആവശ്യപ്പെട്ടു. എറിയാട് ഗ്രാമപഞ്ചായത്ത് 9-ാം വാർഡാണിത്. ഇപ്പം ഇവിടെ ഈ തൊട്ടടുത്ത ദിവസങ്ങളിലായിട്ട് ഈ കാരയിൽ ലാലുവിൻ്റെ ഭാര്യ സുജയുടെ 2 പവൻ്റെ മാല മോഷണം പോയതിന് ശേഷം തൊട്ട് ദിവസങ്ങളിലായിട്ട് ഇപ്പോൾ 2 സ്ഥലത്താണ് മോഷണ ശ്രമം നടന്നേക്കുന്നത്. ഒരു സ്ഥലത്ത് ഷഹാന പുതുവള്ളി പറമ്പിലെന്ന് പറയുന്ന അവരുടെ വീട്ടിൽ കോഴി കൂകണ സൗണ്ട് ഉണ്ടാക്കി ലൈറ്റ് ട്രാൻസ്ഫോമർ വഴി ലൈറ്റ് ഓഫ് ചെയ്തു. അവരുടെ മതിലും കടന്ന് ചാടി അങ്ങനെ മോഷണ ശ്രമം ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇന്നലെ ഇപ്പം ഈ വീട്ടിൽ ഒരേ കാൽപ്പാടാണ്. ഇപ്പം നമ്മുടെ ആ കാൽപ്പാടിൻ്റെ ഫോട്ടോ നമ്മളിലുണ്ട്. ഒരേ തരം മോഷ്ടാവ് തന്നെയാണ് ഇതിന് ശ്രമം നടത്തിയേക്കുന്നത്. അപ്പം നമുക്ക് വേണ്ടത് ഇപ്പോൾ ACP തലത്തിലായാലും പോലീസിൻ്റെ ഉന്നത തലത്തിലൊരു അന്വേഷണം ഊർജിതമായിട്ടുണ്ടായെങ്കിൽ മാത്രമേ ഈ മോഷ്ടാവിനെ പിടിക്കപ്പെടുകയുള്ളൂ. ഇത് കുറവാണ്. അരിമ്പൂർ വാര്യംകോൾ പാടശേഖരത്തിലെ സ്ഥിരം വെള്ളക്കെട്ടിന് പരിഹാരം തേടി ബന്ധപ്പെട്ടവരുടെ സംയുക്ത യോഗം വിളിച്ചതായി മുരളി പെരുന്നെല്ലി MLA അറിയിച്ചു. വാര്യംകോൾ, വിളക്കുമാടം കോൾ പാടശേഖരങ്ങൾ സന്ദർശിച്ചതിന് ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിളക്കുമാടം പടവിൽ വെള്ളം ഒഴുക്കിക്കളയുന്നതിനാവശ്യമായ മോട്ടോറുകൾ വേണമെന്ന ആവശ്യവും പരിഗണിക്കുമെന്നും MLA പറഞ്ഞു. വാർഡംഗം K. രാഗേഷ്, KL ജോസ്, PR ശക്തിധരൻ, കുറുവത്ത് പുഷ്കരൻ, KK അശോകൻ, KR സുധാകരൻ എന്നിവരും MLAയോടൊപ്പം സ്ഥലത്തെത്തിയിരുന്നു. സംവരണം അട്ടിമറിച്ച ലിസ്റ്റിൽ പുതിയ സമുദായങ്ങളെ ഉൾപ്പെടുത്താനുള്ള തീരുമാനത്തിൽ നിന്ന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പിന്മാറണമെന്ന് കേരള പുലയൻ മഹാസഭ സംസ്ഥാന സെക്രട്ടറി CA സുബ്രഹ്മണ്യൻ ആവശ്യപ്പെട്ടു. ഡോക്ടർ BR അംബേദ്കർ, PV ചാത്തുക്കുട്ടി എന്നിവരുടെ ചരമദിനത്തോടനുബന്ധിച്ച് നടന്ന അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജില്ലാ പ്രസിഡന്റ് MK സുകുമാരൻ അധ്യക്ഷനായി. ജില്ലാ സെക്രട്ടറി PR സുരേഷ്, ജോയിന്റ് സെക്രട്ടറി ഹരിഹരൻ കൊന്നക്കുഴി, കൊടുങ്ങല്ലൂർ താലൂക്ക് സെക്രട്ടറി സഹജൻ എന്നിവർ സംസാരിച്ചു. തച്ചനാത്തുകാവ് പൂരാഘോഷത്തിന്റെ നോട്ടീസ് പ്രകാശനം നടന്നു. അയ്യപ്പസ്വാമി ക്ഷേത്രത്തിലെ കോമരം കുട്ടൻ നായർ ഭഗവതി കോമരം ജിഷ്ണുവിന് നൽകി പ്രകാശനം ചെയ്തു. പൂരം രക്ഷാധികാരി TN ഷിബു, പ്രസിഡന്റ് ദിലീപ് വെള്ളുപറമ്പിൽ, സെക്രട്ടറി MS വിഷ്ണു, സമിതി കൺവീനർ വസന്ത നാരായണൻ തുടങ്ങിയവരും മറ്റ് പൂരം കമ്മിറ്റി മാതൃസമിതി അംഗങ്ങളും പങ്കെടുത്തു. കേരള സ്റ്റേറ്റ് എക്സ് സർവീസ് ചേലക്കര യൂണിറ്റിന്റെ വാർഷികാഘോഷവും കുടുംബസംഗമവും സംഘടിപ്പിച്ചു. ചേലക്കരയിലെ ആദ്യ യൂണിറ്റ് പ്രസിഡന്റ് KV വേലായുധൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് ഡോക്ടർ മനോജ് തോട്ടത്തിൽ അധ്യക്ഷത വഹിച്ചു. യൂണിറ്റ് ട്രഷറർ ശ്രീകൃഷ്ണൻ, ചേലക്കര പ്ലസ് ക്ലബ് പ്രസിഡന്റ് ഗോപി ചക്കുന്നത്ത്, പഴയന്നൂർ ബ്ലോക്ക് രക്ഷാധികാരി ഗോപിനാഥൻ നായർ തുടങ്ങിയവർ സംസാരിച്ചു. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ മാനസിക ഉല്ലാസത്തിനും ആനന്ദത്തിനും വിനോദത്തിനും വേണ്ടി അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി സുരക്ഷയോടും കൂടിയ ബോട്ട് ക്ലബ് തുറന്നുകൊടുത്തു. പഴയ കലാമണ്ഡലം നിള ക്യാമ്പസിന് സമീപമുള്ള നിള ബോട്ട് ക്ലബിന്റെ നേതൃത്വത്തിലാണ് ഭാരതപ്പുഴയിൽ തോണി ഇറക്കിയത്. കഥകളി പ്രതിമ അനാച്ഛാദനവും കയാക്കിംഗ് ക്ലബ് സവാരിക്കായുള്ള വഞ്ചിയുടെയും ഉദ്ഘാടനം MP K. രാധാകൃഷ്ണൻ നിർവഹിച്ചു. വള്ളത്തോൾ പഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് ഖാദർ അധ്യക്ഷത വഹിച്ചു. കലാമണ്ഡലം ഹൈമാവതി, വള്ളത്തോൾ നഗർ പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PA യൂസഫ്, CPM നേതാവ് KK മുരളീധരൻ തുടങ്ങിയവർ സംസാരിച്ചു. മണ്ഡലം എന്ന് പറയുന്നത് ലോകപ്രസിദ്ധ ഒരു കലാകേന്ദ്രം. അത് യൂണിവേഴ്സിറ്റി ആയിട്ട് അത് പ്രവർത്തിക്കുക. ആ ഡീംഡ് യൂണിവേഴ്സിറ്റിയിൽ കൊണ്ട്
കയ്പമംഗലം ബീച്ച് കമ്മ്യൂണിറ്റി സെന്റർ ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂം തൃശൂർ ജില്ലാ ചെസ് അസോസിയേഷനുമായി ചേർന്ന് നടത്തിയ ജില്ലാതല റാപ്പിഡ് ചെസ് ചാമ്പ്യൻഷിപ്പിൽ EU അഹാസ് NP ഫ്രാൻസിസ് എന്നിവർ ജേതാക്കളായി. കയ്പമംഗലം ഗവൺമെന്റ് ഫിഷറി സ്കൂളിൽ സംഘടിപ്പിച്ച മത്സരത്തിൽ 125 പേരാണ് പങ്കെടുത്തത്. സിനിമാ സീരിയൽ താരം ഷൈജൻ ശ്രീവത്സം വിജയികൾക്ക് സമ്മാനദാനം നിർവഹിച്ചു. പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ PK സുകന്യ, ചെസ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി പീറ്റർ ജോസഫ്, സ്കൂൾ പ്രിൻസിപ്പൽ EG സജിമോൻ, ലൈബ്രറി പ്രസിഡന്റ് സജീവൻ പിള്ളായിൽ തുടങ്ങിയവർ സംസാരിച്ചു. മതിലകം പഞ്ചായത്ത് കേരളോത്സവം സമാപിച്ചു. ഗ്രാമനന്മ മതിലകം ഓവറോൾ ജേതാക്കളായി. മാസ്ക് മതിലകം 2ാം സ്ഥാനവും സെൻട്രൽ ബീച്ച് 3ാം സ്ഥാനവും നേടി. ET ടൈസൺ MLA സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ അധ്യക്ഷയായി. വൈസ് പ്രസിഡന്റ് TS രാജു, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ സുമതി സുന്ദരൻ, MK പ്രേമാനന്ദൻ, പ്രിയ ഹരിലാൽ, പഞ്ചായത്ത് സെക്രട്ടറി KS രാമദാസ് തുടങ്ങിയവർ പങ്കെടുത്തു. മലയോര ഹൈവേ വെള്ളിക്കുളങ്ങര വെറ്റിലപ്പാറ 3ാമത്തെ റീച്ച് നിർമ്മാണത്തിന് തുടക്കമായി. ചായ്പൻകുഴിയിൽ നടന്ന ചടങ്ങിൽ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു. ചാത്തൻ മാസ്റ്റർ റോഡിന്റെ റീച്ച് 2ന്റെയും നിർമ്മാണോദ്ഘാടനം മന്ത്രി നിർവഹിച്ചു. ചായ്പൻകുഴിയിൽ നടന്ന യോഗത്തിൽ MLA സനീഷ് കുമാർ ജോസഫ് അധ്യക്ഷനായി. ബെന്നി ബെഹ്നാൻ MP, ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വേണു കണ്ടരുമഠത്തിൽ, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ അമ്പിളി സോമൻ, അശ്വതി VB, KP ജെയിംസ്, ആതിര ദേവരാജൻ, KRFB എഞ്ചിനീയർ ഷിബു കൃഷ്ണരാജ് എന്നിവർ സംസാരിച്ചു. ജില്ലയിലെ മലയോര ഹൈവേയുടെ 18.35 കിലോമീറ്റർ ദൂരം വരുന്ന 3ാമത്തെ റീച്ചായ വെള്ളിക്കുളങ്ങര ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച് കോർമല 2 കൈ ജംഗ്ഷൻ, ചായ്പൻകുഴി ജംഗ്ഷൻ, വെറ്റിലപ്പാറ 13 ജംഗ്ഷൻ വഴി ചാലക്കുടി ആനമല റോഡിലെ വെറ്റിലപ്പാറയിൽ അവസാനിക്കുന്ന മലയോര റോഡ് നിർമ്മാണത്തിന് 107.27 കോടി രൂപയാണ് കിഫ്ബി ഫണ്ടിൽ നിന്നും അനുവദിച്ചത്. കാർഷിക മേഖല എന്നുള്ള നിലയിൽ ഇവിടെ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ സംസ്ഥാനത്തിനകത്തും സംസ്ഥാനത്തിന് പുറത്തും എല്ലാം എത്തിക്കണമെങ്കിൽ സാഹസിക ടൂറിസത്തിന് ഏനാമാക്കൽ നെഹ്റു പാർക്ക് ഒരുങ്ങി. MLA മുരളി പെരുന്നെല്ലിയും ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യനും സ്ഥലം സന്ദർശിച്ച് ട്രയൽ റൺ നടത്തി. കളക്ടറുടെ നിർദ്ദേശപ്രകാരം രാവിലെ 10 മണി മുതൽ 8:30 വരെ പാർക്കിന്റെ പ്രവർത്തന സമയം ദീർഘിപ്പിച്ചു. നിലവിൽ 11 മണി മുതൽ 7 മണി വരെയായിരുന്നു പ്രവർത്തന സമയം. ലഘുഭക്ഷണം ഉൾപ്പെടെ കൂടുതൽ സൌകര്യം ഒരുക്കുന്നതിന് പാർക്കിലെ കഫ്തീരിയ പ്രവർത്തന സജ്ജമാക്കും. സാഹസിക ടൂറിസം ജനുവരി ആദ്യ വാരത്തിൽ തുടങ്ങുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. തൃശൂർ ജില്ലാ എക്സൈസ് സ്റ്റാഫ് സഹകരണ സംഘത്തിന്റെ വാർഷിക പൊതുയോഗം സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. സംഘം പ്രസിഡന്റ് TR സുനിൽ അധ്യക്ഷത വഹിച്ചു. ഡയറക്ട് ബോർഡ് അംഗങ്ങളായ PG ശിവശങ്കരൻ, KM സജീവ്, PK സജികുമാർ, KK സതി, TS ഷനുജ തുടങ്ങിയവർ സംസാരിച്ചു. SSLCക്കും +2നും ഉന്നത വിജയം നേടിയ സംഘം മെമ്പർമാരുടെ മക്കൾക്കുള്ള അവാർഡ് വിതരണവും MLA നിർവഹിച്ചു. സംഘം സെക്രട്ടറി ബീന സുകുമാരൻ, സംഘം വൈസ് പ്രസിഡന്റ് വിപിൻ ചാക്കോ എന്നിവർ നേതൃത്വം നൽകി. ഉത്രാളിക്കാവ് പൂരം ഏങ്കക്കാട് ദേശം ബ്രോഷ പ്രകാശനം ഉത്രാളിക്കാവ് ക്ഷേത്രസന്നിധിയിൽ നടന്നു. PK കൃഷ്ണദാസ് ആദ്യ കോപ്പി കൈമാറി പ്രകാശനം നിർവഹിച്ചു. ചലച്ചിത്ര താരം അനീഷ് ഗോപാൽ ഉദ്ഘാടനം നിർവഹിച്ചു. പൂരം ചീഫ് കോർഡിനേറ്റർ V സുരേഷ് കുമാർ, ഏങ്കക്കാട് ദേശം പ്രസിഡന്റ് TP ഗിരീശൻ, ജനറൽ സെക്രട്ടറി PR സുരേഷ്, PG രവീന്ദ്രൻ, കുമരനല്ലൂർ ദേശം ഭാരവാഹികളായ AK സതീഷ് കുമാർ, PA വിപിൻ, വടക്കാഞ്ചേരി ദേശം പ്രസിഡന്റ് CA ശങ്കരൻകുട്ടി എന്നിവർ പങ്കെടുത്തു. ബ്രോഷ പ്രകാശനത്തിനോടനുബന്ധിച്ച് പരക്കാട് തങ്കപ്പൻ മാരാരുടെ മക്കളായ മഹേശ്വരനും മഹേന്ദ്രനും പ്രമാണിത്വം വഹിച്ച പഞ്ചവാദ്യം അരങ്ങേറി. കിള്ളിമംഗലം വാസുദേവൻ നമ്പൂതിരിപ്പാട് അനുസ്മരണം ഗ്രാമീണ വായനശാല ഹാളിൽ നടന്നു. പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. പാഞ്ഞാൾ പഞ്ചായത്ത് പ്രസിഡന്റ് V തങ്കമ്മ അധ്യക്ഷത വഹിച്ചു. പ്രൊഫസർ ഞായത്ത് ബാലൻ അനുസ്മരണ പ്രഭാഷണം നിർവഹിച്ചു. വായനശാലയിൽ പുതിയതായി ആരംഭിച്ച വാസുദേവൻ നമ്പൂതിരിപ്പാട് റഫറൻസ് വിഭാഗത്തിന്റെ ഉദ്ഘാടനം ഫ്രഞ്ച് തിയേറ്റർ ഡയറക്ടർ അനീറ്റ് ലിഡെ നിർവഹിച്ചു. വിവിധ മേഖലകളിൽ മികച്ച പ്രകടനം നടത്തിയ കലാസാഹിത്യ പ്രതിഭകളെ ചടങ്ങിൽ ആദരിച്ചു. നിർമ്മല രവികുമാർ, രാമദാസ് കാറാത്ത്, KV സതീശൻ, PK ഗോപാലൻ എന്നിവർ സംസാരിച്ചു.
ചാഴൂർ സെന്റ് മേരീസ് ദേവാലയത്തിലെ ഊട്ടുതിരുനാൾ ആഘോഷിച്ചു. തിരുനാൾ ദിവ്യബലിക്ക് ഫാദർ ബിജു പാണേങ്ങാടൻ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. നേർച്ച ഊട്ട് ആശീർവാദം വികാരി ഫാദർ സിജോ കാട്ടുകാരൻ നിർവഹിച്ചു. ജനറൽ കൺവീനർ സൈമൺ വാഴപ്പള്ളി, ജോയിന്റ് കൺവീനർ നിവിൻ പുത്തൂർ, കൈക്കാരന്മാരായ ലിൻഡോ കൈമടം, പോൾ ചാലിശ്ശേരി, ജീസൻ തട്ടിൽ എന്നിവർ നേതൃത്വം നൽകി. വൈകിട്ട് ബാൻഡ് മേളം അരങ്ങേറും. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി PG യൂണിറ്റിന്റെ നേതൃത്വത്തിൽ MLA AMAI ഒല്ലൂർ ഏരിയ കമ്മിറ്റി സൌജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പും മരുന്ന് വിതരണവും സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് PP രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് സജി വെള്ളമുണ്ടയ്ക്കൽ അധ്യക്ഷത വഹിച്ചു. നിയോജകമണ്ഡലം ചെയർമാൻ ബിജു എടക്കളത്തൂർ, ഡോക്ടർമാരായ ഏലിയാമ റാഫേൽ, ലയകൃഷ്ണ നിർമ്മൽ, ജോബി പറപ്പുള്ളി, വർഗീസ് പാറേക്കാടൻ, KK രാജു, VV റെജി എന്നിവർ സംസാരിച്ചു. മനക്കുടി ചിലങ്ക വിമൻസ് ക്ലബിന്റെ നേതൃത്വത്തിൽ രക്തദാന ക്യാമ്പും സൌജന്യ നേത്ര പരിശോധനാ ക്യാമ്പും സംഘടിപ്പിച്ചു. അതിരപ്പള്ളി റേഞ്ച് RFO ജീഷ്മ ജനാർദ്ദനൻ ഉദ്ഘാടനം ചെയ്തു. ക്ലബ് പ്രസിഡന്റ് സിദ്ധു സതീഷ് അധ്യക്ഷയായി. അരിമൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത അജയ്കുമാർ, വിമൻസ് ക്ലബ് ഭാരവാഹികളായ സ്വാതി കിരൺ, സുമി സജിത്, ഡോക്ടർ മിനു ദത്ത്, ഡോക്ടർ ബാബു D പാറയ്ക്കൽ, ഡോളി രാജൻ തുടങ്ങിയവർ സംസാരിച്ചു. വയോജന ക്ലബ്ബുകളുടെ ശാക്തീകരണം ലക്ഷ്യമിട്ട് അരിമ്പൂർ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ വയോ കായികമേള ഉണർവ് 2024 നാടിന്റെ ഉത്സവമായി മാറി. അരിമ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത അജയ്കുമാർ കായികമേള ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് CG സജീഷ് അധ്യക്ഷത വഹിച്ചു. 24 ഇനങ്ങളിലായി 254 പേർ വയോജനങ്ങൾക്കായുള്ള കായികമേളയിൽ പങ്കെടുത്തു. 158 പേർ സ്ത്രീകളായിരുന്നു. 60 മുതൽ 80 വയസ്സുവരെയുള്ളവർക്കായി 4 വിഭാഗങ്ങളിലായി തിരിച്ചായിരുന്നു മത്സരങ്ങൾ. ഏനാമാവ് പുഴയിൽ വിനോദസഞ്ചാര വകുപ്പിന്റെ നേതൃത്വത്തിൽ നെഹ്റു പാർക്കിനോട് ചേർന്ന സാഹസിക വിനോദ ബോട്ടിംഗ് ആരംഭിക്കുന്നതിന് നടപടിയായി. നെഹ്റു പാർക്കിനോട് ചേർന്ന സോളാർ സഫാരി ബോട്ടുകൾ, കയാക്കിംഗ്, പെഡൽ ബോട്ട്, സ്പീഡ് ബോട്ട് എന്നിവയാണ് ഒരുക്കുന്നത്. പരീക്ഷണ യാത്രയ്ക്കായി ബോട്ടുകൾ ഏനാമാവ് നെഹ്റു പാർക്കിൽ എത്തിച്ചു. പരീക്ഷണ സഞ്ചാരത്തിന് ശേഷം ക്രിസ്തുമസിനോടനുബന്ധിച്ച് സഞ്ചാരികൾക്ക് ബോട്ട് യാത്ര ഒരുക്കുന്നതിനുള്ള തയ്യാറെടുപ്പിലാണ് ജില്ലാ ഭരണകൂടവും വിനോദസഞ്ചാര വകുപ്പും. വെൽഫെയർ പാർട്ടി വെള്ളാങ്കല്ലൂർ പഞ്ചായത്ത് കമ്മിറ്റി കരുപ്പടന്ന പള്ളിനടയിൽ ആരാധനാലയ സംരക്ഷണ സംഗമം സംഘടിപ്പിച്ചു. ജില്ലാ സമിതി അംഗം ഷെരീഫ് PA ഉദ്ഘാടനം ചെയ്തു. പാർട്ടി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് AM ഷംസുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. MA നവാസ്, ജപ്പാർ കരുപ്പടന്ന, മുഹമ്മദ് കണ്ണാംകുളം, CA റസാഖ്, ഹൈദർ അലി, TA മുഹമ്മദ് റാഫി തുടങ്ങിയവർ സംസാരിച്ചു. ഏനാമാവ് മുല്ലശ്ശേരി നെൽ കർഷക കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ സായാഹ്ന പ്രതിഷേധ സദസ്സും പന്തം കൊളുത്തി പ്രകടനവും നടത്തി. സംസ്ഥാന സർക്കാർ വെട്ടിക്കുറച്ച ഉൽപാദന ബോണസ് ഉയർത്തുക, നെൽവില 35 രൂപയാക്കുക, ഏനാമാവിലെ വളയം കെട്ട് നിർമ്മാണം ഉടൻ പൂർത്തിയാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധം. മധുക്കര തെക്കേപ്പടവ് പ്രസിഡന്റ് ED യേശുദാസ് പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. കൂട്ടായ്മ ചെയർമാൻ P പരമേശ്വരൻ അധ്യക്ഷത വഹിച്ചു. TI ജോബി, KK ഗൌതമൻ, CF ഷിൻഡോ, KK അനീഷ്, T വിശ്വംഭരൻ, NR ഉണ്ണികൃഷ്ണൻ, അക്ബർ കെട്ടുങ്ങൽ തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ റവന്യൂ ജില്ലാ കലോത്സവത്തിലെ ഫോട്ടോഗ്രാഫി മത്സരത്തിൽ 1ാം സ്ഥാനം ഇബ്രാഹിം പഴവൂരിന് ലഭിച്ചു. എരുമപ്പെട്ടി പ്രസ് ക്ലബ് അംഗമായ ഇബ്രാഹിം CCTV TCV എരുമപ്പെട്ടി ബ്യൂറോ ക്യാമറമാൻ കൂടിയാണ്. സമാപന സമ്മേളനത്തിൽ MLAമാരായ ET ടൈസൺ, AC മൊയ്തീൻ എന്നിവർ ചേർന്ന ഉപഹാരം കൈമാറി. ഇനി സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 7100, പവന് 56800. വെള്ളി ഗ്രാമിന് 98, പ്ലാറ്റിനം ഗ്രാമിന് 3222 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. ഒല്ലൂർ CIയെ കുത്തിപ്പരിക്കേൽപ്പിച്ച അനന്തുമാരിക്കെതിരെ വീണ്ടും കേസ്. തൃശൂർ ജനറൽ ആശുപത്രിയിൽ വൈദ്യപരിശോധനയ്ക്കിടെ ഡോക്ടർമാരെ അസഭ്യം പറയുകയും കൊലവിളി നടത്തുകയും ചെയ്തുവെന്ന ആശുപത്രി സൂപ്രണ്ടിന്റെ പരാതിയിലാണ് കേസ്.
പുത്തൂർ ഇരവിമംഗലം ഷഷ്ടിക്കിടെ പോലീസും നാട്ടുകാരും തമ്മിൽ സംഘർഷം. 3 പോലീസുകാർക്കും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെ 5 പേർക്കും പരിക്കേറ്റു. ഗുരുവായൂർ റെയിൽവേ മേൽപ്പാലത്തിന് കീഴിൽ സാമൂഹ്യ വിരുദ്ധരുടെ വിളയാട്ടം. ഗുരുവായൂർ ACPയോടും നഗരസഭാ സെക്രട്ടറിയോടും ഹാജരാകാൻ ലീഗൽ സർവീസ് അതോറിറ്റി നിർദ്ദേശം നൽകി. ആനയെഴുന്നള്ളിപ്പ് മാനദണ്ഡങ്ങൾക്കെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളുടെ നേതൃത്വത്തിൽ ആചാര സംരക്ഷണ യോഗം ഇന്ന്. അടിയന്തര യോഗം വിളിക്കുമെന്ന് മന്ത്രി AK ശശീന്ദ്രൻ. കൊടുങ്ങല്ലൂർ നഗരസഭ 41ാം വാർഡിലെ ഉപതെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചുള്ള പരസ്യ പ്രചരണം ഇന്ന് അവസാനിക്കും. വോട്ടെടുപ്പ് ചൊവ്വാഴ്ച. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.